വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മി സിമിഗസി. എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നോൺ വെജ് ഡിഷാണ്, മട്ടൻ പെപ്പർ റോസ്റ്റ്. അതായത് കുരുമുളക് ഇട്ട് വരട്ടിയ മട്ടൻ. അപ്പോൾ ഞാൻ ആ മട്ടൻ്റെ പച്ചമണമൊക്കെ മാറാനായിട്ട് ഒരു ടിപ്പ് പറയുന്നുണ്ട്. എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ കോഴിക്കോട് കാരപ്പറമ്പാണ് താമസിക്കുന്നത്. അവിടെ ഹോം ബേക്കിംഗ് ആണ്. കേക്ക്, ഡോണറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ ഡിസൈൻസ്, ഫോട്ടോസ് കുറച്ച് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസ് വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ പെപ്പർ റോസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിൽ വെള്ളം ഒഴിക്കാതെ വെച്ചിട്ടുണ്ട്. അത് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, ഇത് ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. കുക്കർ നല്ലോണം ഇളക്കി കൊടുത്ത് കുക്കർ അടച്ചു വയ്ക്കാം. ഞാൻ അതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മട്ടൻ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അപ്പോഴേക്കും മസാല, അതിൻ്റെ സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 12 വെളുത്തുള്ളിയുടെ അരി എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി കണ്ടില്ലേ, ഇത് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. മട്ടൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം വിനാഗിരി ഒഴിച്ചിട്ട് ചൊറുക്ക ഒഴിച്ച് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 4-5 വട്ടം അത് കഴുകി വെച്ചതാണ്. കുറച്ച് നേരം ഞാൻ ചൊറുക്ക ഒഴിച്ച് വെള്ളത്തിലിട്ടിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ വെള്ളം കൊണ്ട് തന്നെ നല്ലോണം കഴുകിയിട്ട്, ചൊറുക്ക ഒഴിച്ച് വെള്ളം കൊണ്ട് തന്നെ നല്ലോണം ഒരു 4-5 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ കുറേയൊക്കെ പോകും. എന്നിട്ടാണ് ഞാൻ പിന്നെ വേവിക്കാനിട്ടത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഇടുമ്പോൾ നമ്മൾ ഇപ്പം മട്ടനും ബീഫിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ സവോള എടുത്താലും കുറച്ച് ചെറിയുള്ളിയും കൂടെ എടുക്കാൻ നോക്കുക. അപ്പോൾ അത് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അവിടെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി ഫ്രൈ ആയി വന്നിട്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, നമുക്ക് വലിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 സവോളയാണ്, ഒരു മീഡിയം സൈസിലുള്ള 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. പച്ചമുളക്
ഈ 2 പച്ചമുളക് നമുക്കൊന്ന് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നാക്കി ഒന്ന് കീറിയിട്ട് കൊടുക്കാം. നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ടാൽ മതി. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ മട്ടനിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ മട്ടൻ ഇടുമ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി സവോള ഒന്ന് നല്ല ബ്രൗൺ കളറാവുന്ന വരെ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും പെട്ടെന്ന്. നമ്മുടെ സവോള പകുതി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളി, ഞാനൊരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയും ഉള്ളിയൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയുടെ ഒരു ഹാഫ്, കണ്ടില്ലേ, വലിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ ഒന്നും ഫുള്ളിടുക. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുന്നതിന് മുമ്പ് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചതച്ചതാണ്. പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി, കണ്ടില്ലേ, ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എരിവ് നോക്കാം. ഞാൻ നല്ല മുളക് പൊടി ഇവിടെ ചേർത്തിട്ടില്ല, കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. അതിന് എരിവ് കുറവാണ്. നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. പൊടികളുടെ ഈ പച്ചക്കുത്തൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് തക്കാളി അതിൽ കിടന്നിട്ട് വെന്ത് നല്ല ഉടഞ്ഞു പോകണം. അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്നും പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി ഉടച്ച് കൊടുക്കാം. ഈ തക്കാളി ഇതിൽ കിടന്ന് നമുക്ക് ഫ്ലെയിം ലോയിലാക്കി വയ്ക്കാം. ഇതിൽ കിടന്ന് വെന്ത് ഉടഞ്ഞ് ആ മസാലയൊക്കെ തക്കാളിയിൽ പിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് നമ്മൾ ഈ കൈകൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളിലെ മസാലയും തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മട്ടൻ വേവിച്ചിട്ട് കുക്കറിൽ 4 വിസിലാണ് കേട്ടത്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ ഇട്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ മട്ടനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പ് ഞാൻ വേവിക്കുന്ന ടൈമിൽ ഇട്ടിരുന്നു. ഉപ്പൊക്കെ നോക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൽ കിടന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മട്ടൻ്റെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ
അപ്പോൾ നമുക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അടച്ചു വയ്ക്കുക. നല്ലോണം ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം അടച്ചു വയ്ക്കും. ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പൊക്കെ നോക്കി കൊടുക്കുക, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് എരിവും കുറവുണ്ട്. സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെപ്പർ ഫ്രൈ ആണ്, അപ്പോൾ നമുക്ക് മുളക് പൊടി വേണ്ട, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവാണ്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ടത് അടച്ച് വെച്ച് മട്ടനിൽ എല്ലാ മസാലയും പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ട് കൊടുക്കാം. കാരണം ഫുൾ ടൈം ലോ ഫ്ലെയിമിലിട്ട് ഇനിയും നമ്മുടെ മട്ടൻ വെന്ത് പോകും. നമ്മുടെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. പാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ മതി. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു 4 ഉണക്കമുളക് പൊട്ടിച്ചിടാം. ഇത് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് കരിഞ്ഞു പോകും. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 4 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഞാൻ നേരത്തെ എടുത്തതിന് ഒരു 4 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, വളരെ കുറച്ച് മതിയേ. അത് നല്ലോണം വറുത്തെടുക്കുക. ഈ ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ചധികം ചേർത്ത് നല്ലൊരു സ്മെല്ല് കിട്ടുമ്പോൾ എന്നിട്ട് ഉള്ളി നല്ലോണം മൂക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് നേരെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കണം. നമ്മൾ എന്ത് സാധനം ഇതുപോലെ വറുത്തിട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും അതൊന്ന് മൂടി വെക്കണം കറി. അപ്പോൾ അതിലേക്ക് ആ മണമൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. ആ ഉള്ളി മൂത്ത ഉള്ളി ഉണ്ടല്ലോ, മൂപ്പിച്ച ഉള്ളിയുടെയൊക്കെ ആ സ്മെല്ല് അതിലപ്പോഴേ പിടിക്കുകയുള്ളൂ. നല്ലോണം ഇളക്കി കൊടുക്കുക. അറിയാം മുളക് കരിഞ്ഞു പോകും. നമ്മുടെ ചെറിയുള്ളിയും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മട്ടനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മട്ടനിലേക്ക് ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ ഇത് നമ്മൾ മൂടി വയ്ക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ കറിയായിട്ട് വേണ്ടവർക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ മട്ടൻ്റെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചൊറുക്കൊക്കെ ഒഴിച്ച് നല്ലോണം കഴുകി കഴിഞ്ഞാൽ തന്നെ അതൊക്കെ പോകും. ഇത് മൂടിക്കുക. അപ്പോൾ നമ്മുടെ കുരുമുളക് ഇട്ട് വരട്ടിയ നല്ല മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.